എന്താണ് PM ശ്രീ പദ്ധതി? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പഠന ആവിഷ്കാരമാണ് PM ശ്രീ പദ്ധതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 2020 NEP ഫലപ്രദമായി ഒരു പഠന ആവിഷ്കാരമാണ് PM ശ്രീ പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് പല ചൂഷണങ്ങളുമുണ്ട്. ആ ചൂഷണം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും കീഴിൽ വരുന്ന ഓരോ സ്കൂളുകൾക്കും ഡയറക്റ്റായിട്ട് 1 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് പഠന ആവിഷ്കാരം എന്ന പദ്ധതി വഴി അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഇതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ സ്കൂളുകളുടെ ആവിഷ്കാരങ്ങളും നമ്മളുടെ സ്കൂളുകളുടെ വികസനങ്ങളും എല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു പദ്ധതി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പദ്ധതി ലഭിക്കുന്നതോടുകൂടി അവിടുത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തിന് കീഴിലെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠനത്തിൻ്റെ അവരുടെ പാഠ്യപുസ്തകങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള അവകാശം കൂടി കേന്ദ്ര സർക്കാരിന് കിട്ടുകയാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ആര് ഭരിച്ചിരുന്നു, ഇവിടുത്തെ മുഗൾ രാജാക്കന്മാരുടെ കഥയടക്കം ആ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള അവകാശം കൂടി കേന്ദ്ര സർക്കാരിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ കേരളം എന്ന സംസ്ഥാനം ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും PM ശ്രീയെ പറ്റിയിട്ടുള്ള ഓരോ പദ്ധതികൾ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന ഒരു സർക്കാർ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ ചർച്ചകൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ സർക്കാരിന് അതിന് പിന്മാറാൻ ബുദ്ധിമുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞായിരുന്നു ഏത് സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്നുള്ളത്. ഒരു കാര്യം ഭരിക്കുന്ന UDF സർക്കാരിനോട് നമുക്ക് പറയാനായിട്ടുള്ളത് PM ശ്രീ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വയം തകർച്ച അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. കാരണം നമ്മളുടെ നാട്ടിൽ അടങ്ങുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അടക്കമുള്ള മുസ്ലിം സമൂഹങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുകയില്ല. കാര്യം PM ശ്രീയിൽ ഒരു വിവാദം വന്നപ്പോൾ ഇതിന് ചർച്ചയാക്കിയതും ഇതിന് വിവരണം കൊടുത്തതുമെല്ലാം നിങ്ങൾ തന്നെയായിരുന്നു. PM ശ്രീയിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് ഒപ്പുവെച്ചത് മുതൽ സംസ്ഥാനം BJPക്ക് എഴുതി കൊടുത്തു എന്ന തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞതും നിങ്ങൾ തന്നെയായിരുന്നു. അതേ അഭിപ്രായം തന്നെയായിരുന്നു CPMനും പറയാനായിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞത് CPI മാത്രമായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ലഘൂകരണവും എത്രത്തോളം വിവരണങ്ങളും ഇതിനെപ്പറ്റി ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാകാതെ വരും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു ഫലം കിട്ടാൻ പോകുന്നത് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വഴിയായിരിക്കും. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി നഷ്ടങ്ങൾ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം വലിയ വലിയ ഫണ്ടുകൾ വേണ്ടെന്ന് വെച്ചും വലിയ 800 കോടിയിലധികം രൂപകൾ വേണ്ടെന്ന് വെച്ച ഈ ഒരു സർക്കാരിന് വളരെ തുച്ഛമായ അതിലും താഴെയുള്ള ഈ ഒരു തുക വേണ്ടെന്ന് വെക്കുന്നതിൽ എന്താണ് പ്രയാസം?